2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന പൂന്താനം വരികളുടെ വേദനാജനകമായ അനുഭവ സാക്ഷ്യമായിരുന്നു മലപ്പുറം തിരുനാവായ നെല്ലോട്ടുപറമ്പിൽ 65-കാരനായ ഉണ്ണികൃഷ്ണന് ജീവിതം. ഒരു നാൾ പ്രവാസി, പിന്നെ ജ്വല്ലറി ഉടമ, അവിടെ നിന്നും ഒന്നുമില്ലായ്മയുടെ അഗാധ ഗർത്തത്തിലേക്ക്. ആ അവസ്ഥയിൽ നിന്നും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രക്ഷാത്തുമ്പിൽ പിടിച്ച് കരകയറിയ സംഭവബഹുലമായ ജീവിതമാണ് നാട്ടുകാർ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണന്റേത്. 25 വർഷം ഖത്തറിലും ദുബായിലുമായി ജോലി നോക്കിയ ഉണ്ണികൃഷ്ണൻ 2002 പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത്. നാട്ടിൽ വീട് വെച്ച അയാൾ സമ്പാദ്യം കൊണ്ട് കാതനങ്ങാടിയിൽ തൃപ്തി ജ്വല്ലറി എന്ന സ്വർണ്ണക്കട തുടങ്ങി ജ്വല്ലറി മുതലാളിയായി. ഭാര്യയും 4 പെൺമക്കളുമൊത്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നതിനിടെ വീടിന്റെയും 20 സെന്റ് പറമ്പിന്റെയും ഉടമസ്ഥതാവകാശത്തിന് തർക്കമായി. കോടതി കയറേണ്ടി വന്നതോടെ 2006 ഉണ്ണികൃഷ്ണന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വെറും കൈയോടെ ഇറങ്ങിയ അയാൾ പുറത്തൂരിൽ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയെങ്കിലും 13 വർഷം നടത്തിയ ജ്വല്ലറി അടച്ചുപൂട്ടേണ്ടി വരികയും ജ്വല്ലറി കച്ചവടത്തിൽ 3 ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തു. സാമ്പത്തികമായുള്ള വീഴ്ച വന്നതോടെ വാർദ്ധക്യ പെൻഷൻ മാത്രമായി ഏക ആശ്രയം. സർവേ നടത്തി അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ ഉണ്ണികൃഷ്ണന്റെ ജീവിതം വീണ്ടും പച്ച തൊട്ടു. അയാൾ താമസിക്കുന്ന അമ്മയുടെ പേരിലുള്ള വീട് പുനരുദ്ധരിച്ചു, കക്കൂസ് നിർമ്മിച്ചു നൽകി. ശ്വാസം മുട്ടിനും നട്ടലിന് സംഭവിച്ച അപകടത്തെ തുടർന്നുള്ള നിരന്തര അസുഖങ്ങൾക്കും സൗജന്യമായി മരുന്ന് ലഭിച്ചു തുടങ്ങി. തീർന്നില്ല, ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായി ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ ഒരു ചായക്കട ഇട്ട് നൽകി. 6 മാസം മുമ്പ് തുടങ്ങിയ ഉണ്ണിയേട്ടൻ സിഡം എന്ന് പേരിട്ട ആ ചായക്കടയുടെ മുന്നിലെ ആളുകളുടെ പൊട്ടിച്ചിരികളിലും കുശലഭാഷണങ്ങളിലും ഉണ്ണികൃഷ്ണൻ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഇല്ലായ്മയുടെ ആഴത്തിൽ വീണ ഒരാളുടെ വയസ്സുകാലത്തെ അവിശ്വസനീയമായ മടങ്ങിവരവ്. ഇപ്പോൾ നല്ല സമാധാനമുണ്ടെന്നും പഞ്ചായത്തിലെ ജീവനക്കാരാണ് ഇപ്പോൾ തന്റെ കുടുംബമെന്നും സർക്കാരിനെയും തന്റെ പഞ്ചായത്തിനെയും മരിച്ചാലും മറക്കാൻ കഴിയില്ലെന്നും ആ രീതിയിൽ അവർ തനിക്കൊരു പുനർജന്മം തന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഒറ്റത്തടിയായ തന്റെ ചെലവിനുള്ളത് കട തരുന്നുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു. കട തുടങ്ങിയതിൽ പിന്നെ ഉണ്ണികൃഷ്ണന്റെ ജീവിതം മാറിയതായി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി ബാബുമോനും വ്യക്തമാക്കി. നമ്മുടെ കുടുംബശ്രീകളും നമ്മുടെ വാർഡ് മെമ്പറും നമ്മളുടെ BO എന്ന ഓഫീസറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ AS ഓഫീസറും അവരൊക്കെ വന്ന് എൻ്റെ വീട് സന്ദർശിക്കുകയും എൻ്റെ ദയനീയാവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് 1.25 ലക്ഷം തന്ന് റിക്കവർ ചെയ്യുകയും പിന്നീട് കുടുംബശ്രീ മുഖേന എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തരികയും കണ്ണീരിൻ്റെ കഥയായിരുന്നു എൻ്റേത്. ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി തിരുനാവായ പഞ്ചായത്ത് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ആ സന്തോഷം വളരെയധികം എന്ന് പറയാൻ വാക്കുകളില്ല എനിക്ക്. ഈ ചാനൽ തിരുനാവായ.